വ്യക്തിവിരോധം കൊണ്ട് പരാതി കൊടുത്താൽ ഒരു കുറ്റകൃത്യം അത് ചൂണ്ടിക്കാണിക്കും. നമുക്കെല്ലാം വിരോധങ്ങൾ ഉണ്ടാവുമ്പോഴല്ലേ പരാതി കൊടുക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള സദസ്സിലേക്ക് ഷൂ എറിഞ്ഞു എന്നതിന്റെ പേരിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ് കൊടുക്കുന്നത് എപ്പോഴാണ്? ഒരു വിരോധം ഉണ്ടാകുമ്പോഴാണ്. ഇത് സർക്കാരിനെതിരെ വിമർശിക്കുമ്പോഴാണ്. മറുഭാഗത്താണെങ്കിൽ കേസെടുക്കില്ല. അപ്പോൾ ഒരു വിരോധമുണ്ടാവും. ആ വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുമ്പോൾ ഒരു കുറ്റകൃത്യം അവിടെ ഇല്ലാതാകുന്നില്ല അരുൺകുമാർ. ഇല്ല, കുറ്റകൃത്യം ഉണ്ടെങ്കിൽ അന്വേഷിച്ചോട്ടെ. ഇപ്പോ 4 തവണ സമൻസ് അയച്ചു തോമസ് ഐസക്കിന് ഇ ഡി. അദ്ദേഹം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ പോയി, ഡിവിഷൻ ബെഞ്ചിൽ പോയി, വീണ്ടും സിംഗിൾ ബെഞ്ചിൽ പോയി, വീണ്ടും ഡിവിഷൻ ബെഞ്ചിൽ പോയി. എന്ത് കാരണത്താലാണ് എനിക്ക് സമൻസ് അയച്ചത് എന്ന് അദ്ദേഹം ചോദിച്ചു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ചോദിച്ചു, എന്തിനാണ് തോമസ് ഐസക്കിനെതിരെ ഇ ഡി സമൻസ് അയച്ചതെന്ന് ചോദിച്ചു. അതിനൊരു മറുപടി കൊടുക്കാൻ പോലും ഇ ഡിക്ക് കഴിഞ്ഞില്ല. ഇന്ന് വീണ്ടും സമൻസ് അയച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒരു തരത്തിലുള്ള മാൽ പ്രാക്ടീസോ മറ്റ് ഇടപെടലോ നടത്തിയിട്ടില്ല. ഫെബി നിയമപ്രകാരമുള്ള വയലേഷൻ ഒന്നും നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ വിദേശ ഫണ്ട് മറ്റൊരു വിഷയമാണ്. ഞാൻ പറയട്ടെ, ഇതിലേക്ക് തിരിച്ചു വരൂ. അതിലേക്ക് തിരിച്ചു വരാം. ഇത് ഏതെങ്കിലും ഒരു വിഷയത്തെ മാത്രമാക്കി കാണാൻ കഴിയില്ല ഡോക്ടർ അരുൺ. 5ാമത്തെ തവണ അരവിന്ദ് കെജ്രിവാളിന്റെ സമൻസ് കൊടുത്തു. 4 തവണ അദ്ദേഹം പോയില്ല. ഇത് ദേശീയ തലത്തിലുള്ള പരിപാടിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 3 മാസമേ ഉള്ളൂ. അതുകൊണ്ട് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ബി.ജെ.പി ഇതര ഗവൺമെന്റുകളെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം നന്നായി ഉപയോഗിക്കണം. ഞാൻ ആദ്യം തുടങ്ങിയത് എന്താ, ശരിക്കും 6ാം മാസത്തിൽ വന്ന ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് കഴിഞ്ഞിട്ട് എന്താണ് ഈ 7 മാസം ഗ്യാപ്പ് വന്നേ? ആ 7 മാസം ഗ്യാപ്പ് വന്ന ഒരു ഉത്തരവ് വരുമ്പോഴും പിന്നെയും എന്താണ് ഒരു 4 മാസം സമയം കൊടുത്തത്? അതായത് വരുന്ന ലോക്സഭാ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇത് ചർച്ച ചെയ്യാം. ഈ ബാംഗ്ലൂർ ROC അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ എക്സാലോജിക്കിനെതിരെ അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നു. ആ അന്വേഷണമാണ് 2021 ജനുവരിയിൽ തുടങ്ങിയതായി ഈ ബാംഗ്ലൂർ ROCയുടെ റിപ്പോർട്ടിലുള്ളത്. എന്ന് പറഞ്ഞാൽ എക്സാലോജി കമ്പനിക്കെതിരെ ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് വരുന്നതിന് മുൻപ് തന്നെ 2021 തന്നെ ആ അന്വേഷണം ഉണ്ടായിരുന്നു. 2022 ജൂലൈ മാസം 7-ാം തീയതി ഈ വീണ വിജയൻ അന്വേഷണ ഏജൻസിക്ക് മുൻപിൽ ഹാജരായിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം പിന്നീട് ഡോർമൻസി സ്റ്റാറ്റസിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ഘട്ടത്തിൽ ഇ ഫയലിംഗ് നടത്തിയപ്പോൾ മറച്ചുവെച്ചു വീണ വിജയൻ. അങ്ങനെയാണ് സപ്പറേഷൻ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന 447-ഉം 442-ഉം എല്ലാം ഇതിൽ അട്രാക്ട് ചെയ്യുന്നത് എന്നതാണ് ബാംഗ്ലൂർ ROCയുടെ നിലപാട്. അപ്പോൾ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അതന്വേഷിക്കട്ടെ, പിഴയടക്കട്ടെ, ശിക്ഷ ചെയ്തിട്ടുണ്ടെങ്കിൽ ജയിലിൽ പോകട്ടെ. അതിനെന്തിനാണ് രാഷ്ട്രീയ പ്രതിരോധം? ഞാൻ പറഞ്ഞോട്ടെ, അല്ല ഞാൻ പറയട്ടെ. അതായത് കമ്പനിയുടെ പ്രവർത്തനം പൂർണ്ണമായിട്ടും നിലയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ വർക്കിംഗ് ഹോമായി മാറുന്നു ഉദ്യോഗസ്ഥന്മാർ. അപ്പോൾ കമ്പനിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രം മാറ്റി എന്ന രൂപത്തിൽ ആരോപണം വരുന്നുണ്ട്. അതിലെല്ലാം കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കമ്പനി നിയമപ്രകാരം ഒരു വ്യക്തിക്കെതിരെ നടപടി എടുക്കാൻ പറ്റില്ലല്ലോ. ഒരു കമ്പനിക്കെതിരെയല്ലേ നടപടി എടുക്കാൻ പറ്റൂ? ഏതെങ്കിലും ഒരു കമ്പനി എന്തെങ്കിലും വയലേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊന്നും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. മരവിപ്പിക്കാൻ കമ്പനി നൽകിയ അപേക്ഷയിൽ തങ്ങൾക്കെതിരെ ഒരു അന്വേഷണവും നടക്കുന്നില്ല എന്ന് വീണ വിജയൻ എക്സാലോജിക്കിന് വേണ്ടി സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ടോ? അത് തെറ്റല്ലേ? കാരണം 2022 7-ാം തീയതി ഇതേ വീണ വിജയൻ തന്നെയാണ് ഈ അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ ഹാജരായത്. അപ്പോൾ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ അന്വേഷണം നടന്നില്ല എന്ന് പറഞ്ഞ് തെറ്റായ സത്യവാങ്മൂലം കൊടുക്കുക, കേന്ദ്ര സർക്കാരിന് നികുതി അടയ്ക്കാനില്ല എന്ന് തെറ്റായ സത്യവാങ്മൂലം കൊടുക്കുക, 42 ലക്ഷം രൂപ അടയ്ക്കാനുണ്ട് എന്ന് പിന്നീട് ബോധ്യപ്പെടുക. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചിരിക്കുന്ന ക്രമക്കേടുകളാണ്. ആ ക്രമക്കേടുകളാണ് ബാംഗ്ലൂർ ROC ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ROC സംശയിക്കുന്നു, ഇതിലൊരു കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ? PMLA ആക്ട് പ്രകാരം ED അന്വേഷിക്കേണ്ട കേസല്ലേ? അവിടെ റിലേറ്റഡ് പാർട്ടികളല്ലേ? അവിടെയാണ് മുഖ്യമന്ത്രിയുടെ പേര് വരുന്നതെന്നേ. അതിൽ എന്തിനാണ് രാഷ്ട്രീയ പ്രതിരോധം എന്നാണ് എൻ്റെ ചോദ്യം. നിയമപരമായി നിങ്ങൾ പ്രതിരോധിച്ചോളൂ. അന്വേഷിക്കാൻ വരുമ്പോൾ അന്വേഷണത്തിന് മുമ്പിൽ തെളിവുകൾ ഹാജരാക്കൂ, അത്രയല്ലേ വേണ്ടൂ. അല്ല, ഇതിപ്പോ ബാംഗ്ലൂർ ROCയുടെ ഉത്തരവ്, ആ ഉത്തരവ് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ബാംഗ്ലൂർ ROCയുടെ ഉത്തരവ് എന്ന രൂപത്തിൽ ഇന്നലെ മുതൽ ദൃശ്യമാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ROCയുടെ ഒരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് തന്നെയാണത്. അതിന്റെ പുറത്ത് തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്തിരിക്കുന്ന സാഹചര്യങ്ങളിൽ ആ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ച് ഉത്തരവും പുറത്തു വന്ന സാഹചര്യത്തിൽ ഇപ്പൊ ആ ഉത്തരവ് എങ്ങനെയാണ് പുറത്തു വന്നത്? ആ ഉത്തരവിൽ എന്തും ആയിക്കോട്ടെ, ആ ഉത്തരവിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പൊ 3 ഇൻസ്പെക്ടർമാരെ നിയമിച്ചിരിക്കുന്നത്. കാരണം ഇതിന്റെ ഭാഗമായി 3 കമ്പനികളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെയും കേൾക്കും, ഏത് രേഖയും ഹാജരാക്കാം. ഇപ്പോൾ തങ്ങൾ കൊടുത്ത അഫിഡവിറ്റ് അവസാനം CMRന്റെ അഫിഡവിറ്റ് സ്വീകരിച്ചില്ല ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് എന്നതാണ് CMRലിന് പറയാനുള്ളത്. കാരണം സേവനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആധികാരികമായി കമ്പനിയുടെ MD തന്നെ അഫിഡവിറ്റ് കൊടുത്തു, അത് സ്വീകരിച്ചിട്ടില്ലെന്ന് പറയുന്നു. ആ തരത്തിലുള്ള സാഹചര്യങ്ങൾ ക്യൂർ ചെയ്യാനും ആ അഫിഡവിറ്റ് ഹാജരാക്കാനും CMRലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻസ്പെക്ടർമാരുടെ അന്വേഷണ മധ്യേ ഹാജരാക്കാൻ കഴിയും. അതുപോലെ തന്നെ എക്സലോജിക്കലിന് ഏതു തരത്തിലും നേരിട്ടോ അല്ലാതെയോ തെളിവ് ഹാജരാക്കാനുള്ള സാഹചര്യമുണ്ട്.
KSDC-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോട്ടീസ് കൊടുത്തപ്പോൾ മറുപടി കൊടുത്തില്ല എന്നതാണ് ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ജനുവരി മാസം 3-ാം തീയതി അവർ മറുപടി കൊടുത്തു എന്നാണ് അവരുടെ വാദം. ഇതെല്ലാം പരിശോധിച്ചോട്ടെ, പരിശോധിച്ച് സത്യം പുറത്തു വരട്ടെ. കമ്പനി നിയമപ്രകാരം എന്തെങ്കിലും വയലേഷൻ ഉണ്ടെങ്കിൽ ശ്രീ പത്മനാഭൻ, ഞങ്ങൾക്ക് അതിലൊന്നും ഒരു ഭയമില്ല, ഒരു മടിയുമില്ല. മുഖ്യമന്ത്രി